വെൽക്കം ടു യശോദ് ഹൈജു പ്ലാറ്റ്ഫോം. നമ്മുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ടെലഗ്രാം ചാനലിലാണ്. സോ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ് എന്ന് പറയുന്നത് കേരള PSC പുതിയൊരു എക്സാം കലണ്ടർ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് മെയ് മാസത്തിൻ്റെ കലണ്ടറാണ്. സോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമും അതുപോലെ മൈക്രോബയോളജിസ്റ്റ് എക്സാമും ആണല്ലേ. അപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് എക്സാം ഏകദേശം പ്രിപ്പറേഷൻ ഒരു മിഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ മൈക്രോബയോളജിസ്റ്റും 2 ദിവസത്തിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ്റെ കാര്യം ഇതൊക്കെയാണ്. സോ ഈ 2 പരീക്ഷകളും നമ്മുടെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മുടെ പരീക്ഷ എന്നായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഏപ്രിലിൻ്റെ കലണ്ടർ വന്നു. ആ സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ എക്സാംസ് വന്നിട്ടില്ല. അതുപോലെ ഇപ്പോൾ വന്നത് മെയ്യിൻ്റെ കലണ്ടറാണ്. സോ മെയ് മാസത്തെ കലണ്ടറിലും നമ്മുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ എക്സാം എപ്പോഴായിരിക്കും, ജൂണിലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജൂണിലായിരിക്കും നമ്മുടെ പരീക്ഷ. സോ ഇപ്പോൾ ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ അല്ലേ, ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. സോ ഫെബ്രുവരിയിൽ നിന്ന് നമ്മുടെ ജൂണിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇനി എത്ര ദിവസം കൂടിയുണ്ട്, എത്ര മാസമുണ്ട്? മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസവും നമുക്ക് മുഴുവനായിട്ട് കിട്ടുകയാണ് അല്ലേ. 3 മാസവും നമുക്ക് മുഴുവനായിട്ട് കിട്ടുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറേ പേരൊക്കെ ഇപ്പോൾ പഠിച്ച് ഏകദേശം പകുതിയോളം എത്തിയിട്ടുണ്ടാവും. ചിലരൊക്കെ ഇതൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ട് റിവിഷൻ്റെ ഒരു മൂഡിലിരിക്കുന്നവരായിരിക്കും. പിന്നെ ചിലർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്നവരുണ്ടാവും. സോ അവരാരും വിഷമിക്കേണ്ട, എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. സോ എനിക്ക് പറയാനുള്ളത്, നന്നായിട്ടിരുന്ന് പഠിക്കുക. പിന്നെ നമുക്ക് ഇനി നമുക്ക് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ സമയം നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് PSC തന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ ഷെഡ്യൂളിലൂടെ തന്നെ നമ്മൾ പഠിച്ചു പോവുക. ടൈം ടേബിൾ മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുന്നേ നമ്മൾ ചിലപ്പോൾ പല എക്സാംസിനും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ എക്സാമിലൊക്കെ നമുക്ക് 1-2 മാർക്കിൽ നഷ്ടപ്പെട്ടു പോയതുണ്ടാവും. അല്ലെങ്കിൽ ചില എക്സാമിനൊക്കെ ആദ്യമേ പഠിച്ചിട്ട് പിന്നെ പഠിക്കാൻ പറ്റാതെ അങ്ങനെ ആ എക്സാം ഡ്രോപ്പ് ചെയ്ത സാഹചര്യങ്ങളുണ്ടായിരിക്കാം. പാസ്റ്റ് എല്ലാം നമ്മൾ കളയുക. ഇനി നമ്മൾ ഇന്ന് മുതലെങ്കിലും ഫ്രഷ് മൈൻഡായിട്ട് പുതിയൊരു മൈൻഡോടുകൂടി നമ്മൾ ഇരിക്കുക. ഈ ഒരു എക്സാം നമ്മളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളെ വേക്കൻസി ഒന്നും മൈൻഡിൽ വയ്ക്കുകയേ ചെയ്യരുത്. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ജോലി, ഒരു ഗവൺമെൻറ് ജോലി. സോ നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു 3 മാസം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട്. അപ്പോൾ ഈ 3 മാസം നമ്മൾ വളരെ നല്ലതായിട്ട് വിനിയോഗിക്കുക. ഞാൻ മുന്നേ വായിച്ചൊരു ബുക്കിൽ പറഞ്ഞിരുന്ന ഒരു കോട്ടല്ല, ആ ഒരു ഓഥർ അങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോയതാണ്. ദ ഹാർഡസ്റ്റ് തിങ് ഇൻ ദ വേൾഡ് ഈസ് ടെല്ലിങ് യുവർ സെൽഫ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹാർഡ് അറ്റ് ഓൾ. ഓക്കെ, നമ്മൾ കരുതും പല കാര്യങ്ങളും വളരെ ഹാർഡാണെന്ന്. പക്ഷേ ശരിക്കും അതിലൊരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് ആ ഒരു പ്രവൃത്തിയുടെ ഹാർഡ്നെസ് അല്ല, പ്രവൃത്തി എത്രത്തോളം കഠിനമെന്നല്ല, ആ ഒരു പ്രവൃത്തി കഠിനമല്ല എന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കിയെടുക്കുക. നമ്മളോട് തന്നെ പറഞ്ഞ് ഫലിപ്പിക്കുക. ഇതാണ് ശരിക്കും ഈ ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് തിങ് എന്നാണ് ആ പുസ്തകത്തിൽ ഓഥർ പറഞ്ഞിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഇതുവരെ ഞാൻ എഴുതിയ എക്സാംസ് ഒക്കെ പോട്ടെ, അതിൽ ചിലപ്പോൾ ഞാൻ റിസൾട്ടിൽ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അതെല്ലാം കളയുക. നമുക്ക് ഇനി ഒറ്റ ഫോക്കസോടുകൂടി ഇരിക്കുക. നമ്മുടെ ഈ 2 എക്സാംസ് നമുക്ക് ക്ലിയർ ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയമെടുക്കുക. വേറെ ഒന്നിലും നിങ്ങൾ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്നോ അല്ലെങ്കിൽ എക്സാം എങ്ങനെ വരുമെന്നോ സിലബസ് എന്താവുമെന്നോ ഇതൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. കൃത്യമായിട്ട് പഠിക്കുക. ജോലി എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വയ്ക്കുക. നല്ല രീതിയിൽ ഇൻപുട്ട് കൊടുക്കുക. ഇന്ന് മുതൽ ഇനി നമ്മളിപ്പോൾ 3 മാസം ഉണ്ട് എന്ന് കരുതിയിട്ട് 3-ാമത്തെ മാസം അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് പയ്യെ റെസ്റ്റ് എടുത്തതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിക്കല്ലേ. കാരണം ഈ 3 മാസം എന്ന് പറയുന്നത് എത്രായിരം കുട്ടികളുടെ പ്രതീക്ഷയാണെന്ന് അറിയാമോ ഇപ്പോൾ. സോ അത്രയും പേരും ഇരുന്ന് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മളിൽ ഒരാൾ ഇരുന്ന് ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അപ്പുറത്ത് വേറൊരാൾ ഇരുന്ന് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. സോ ഇത് മനസ്സിൽ വയ്ക്കുക. നമുക്ക് നമ്മളെ തന്നെ ഡെയിലി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളോട് തന്നെ കൃത്യമായിട്ട് ഓരോ ദിവസവും ഇരുന്ന് പഠിച്ച് നമ്മളെ തന്നെ അസസ് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് ഓരോ ദിവസവും സെൽഫായിട്ട് നമ്മുടെ സ്റ്റഡി ഇമ്പ്രൂവ്
ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പോൾ യൂട്യൂബിൽ തരുന്ന ക്ലാസ്സുകളൊക്കെ ഏകദേശം ടോപ്പിക്സൊക്കെ ടച്ചായിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ പറയുന്നത് ഇതിപ്പോൾ നമുക്കിപ്പോൾ NCERT സിലബസിൻ്റെ രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ NCERT പുസ്തകങ്ങൾ കൃത്യമായിട്ട് വായിച്ച് തീർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ യൂട്യൂബിൽ കുറച്ച് എയ്ഡായിട്ട് ഇങ്ങനെ കുറച്ച് തന്നാലും നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ച് കിട്ടുന്ന കുറേ വിവരങ്ങളുണ്ടാകും. സോ അതൊക്കെ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ഹെൽപ്പ് ചെയ്യുക. സോ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ട്സ് ഇരുന്ന് പഠിക്കാനും അതുപോലെ വീഡിയോ കാണാനും പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ച് നോട്ട് എഴുതിയെടുക്കാനും കൂടിയുള്ള ഒരു സമയമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. സോ സമയം കളയാതിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു. Yeshuda Edu Platform, a complete education channel for cracking competitive exams for your dream career in life science field as well as Kerala PSC exams. Please like, share and subscribe for more videos.